സ്കൂളാണ്ട് പൂട്ടിയാൽ പിന്നെ പറയേ വേണ്ട. മക്കൾക്ക് എന്തൊക്കെ കഴിക്കാൻ വേണ്ടിയെന്നില്ലേ. ഇന്ന് നമുക്ക് അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ഇത്. നമ്മളെ സേമിയയും റവയും ഒക്കെ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. മാത്രമല്ല പഴവും ഉണ്ട്. അപ്പോഴേ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം ചെയ്തെടുക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നെയ്യിൽ കാഷ്യൂനട്ടും റൈസിൻസും ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ ഈ രണ്ട് ഐറ്റം കുറച്ച് കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു 1-2 ടേബിൾ സ്പൂൺ ഇതെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് വറുത്തതിന് ശേഷം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതേ നെയ്യിൽ തന്നെ നേന്ത്രപ്പഴം ഒന്ന് വാട്ടിയെടുക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതുപോലെ 4ആയി കീറിയതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ട് വേണം നമ്മൾ ഇത് വാട്ടിയെടുക്കാനായിട്ട്. പഴം ഇതുപോലെ നല്ല ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്കിത് കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇത് തുടങ്ങുന്നതിന് മുൻപായിട്ട് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. ഒരു 350 ഗ്രാം ശർക്കര ഉണ്ട്. 1 കപ്പ് വെള്ളത്തിൽ ഉരുക്കി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പാനിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് വെള്ളം ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് 1.5 കപ്പ് സേമിയ ഇട്ടിട്ട് ഇത് കുറുക്കിയെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് റവ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. സേമിയ ഒന്ന് വെന്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ റവ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ റവയും നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. റവ ഇതിലേക്ക് നല്ല പോലെ പിടിച്ച് ആ വെള്ളം ഒക്കെ കുടിച്ച് വരുന്ന സമയത്തുണ്ടല്ലോ, ഇതിലേക്ക് ശർക്കര പാനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് അരിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ട് ഇനി നമുക്കിത് കുറുക്കിയെടുക്കണം. ഏകദേശം ഒരു വറ്റി വരുന്ന പരുവാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നേന്ത്രപ്പഴം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇത് നല്ല പോലെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒട്ടുന്ന പാത്രത്തിലൊക്കെയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ. അതല്ലെങ്കിൽ നമുക്ക് അവസാനം മാത്രം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂനട്ട് റൈസിൻസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി അവിടെ കിടക്കട്ടെ, അത് നമുക്ക് ഡെക്കറേഷന് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ഈ സേമിയയും നേന്ത്രപ്പഴവും എല്ലാം കൂടെ നന്നായിട്ട് വറ്റി വന്നതിന് ശേഷം നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ആ പാത്രം ഒന്ന് നെയ്യൊന്ന് തടവി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കുറച്ച് കാഷ്യൂനട്ട് റൈസിൻസും ഉണ്ടല്ലോ, അതൊന്ന് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് എള്ള് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ഓപ്ഷണലാണ്, ഇതൊക്കെ വെറും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. എന്നിട്ട് നമ്മൾ ആ പഴത്തിൻ്റെ കൂട്ടത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ അങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കാം. നെയ്യ് ഇല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടി പിടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നല്ല ഈസിയാണ് കേട്ടോ അങ്ങനെ ചെയ്യാനായിട്ട്. നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. നന്നായി തണുത്ത് വന്നാലേ നമുക്കിത് ഇതിൽ നിന്ന് എടുക്കാനായിട്ട് ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. ഇതുപോലെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് സൈഡിൽ നിന്ന് ഒന്ന് വെട്ടിച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോഴേ ഇത്രയേ ഉള്ളൂ സംഭവം ഇത് ചെയ്തെടുക്കാനായിട്ട്. സേമിയയും പഴവും റവയും ഒക്കെ കൂടെ കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ വൈകുന്നേരത്തെ സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ നല്ല കിട്ടിൽ തന്നെ ഒരു പലഹാരമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.